കോഴിക്കോട് കായക്കുടി എളിക്കാമ്പാറയിലെ ഭൂചലനം അനുഭവപ്പെട്ട സ്ഥലത്ത് പ്രത്യേക സംഘം പരിശോധന നടത്തും. റവന്യൂ വകുപ്പ് അധികൃതരും സ്ഥലം സന്ദർശിക്കും. എള്ളിക്കാമ്പാറ, പുന്നത്തോട്ടം, കരിമ, പാലക്കണ്ടി, പാലോളി തുടങ്ങി 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, ഭൂചലനം അനുഭവപ്പെട്ട സ്ഥലത്ത് പ്രത്യേക സംഘം പരിശോധന നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. എപ്പോഴായിരിക്കും റവന്യൂ വകുപ്പ് അധികൃതരും ഈ സംഘവും അവിടെ എത്തിച്ചേരുക? ഏത് രീതിയിലുള്ള പരിശോധനയ്ക്കായിരിക്കും മുൻതൂക്കം? രോഹിണി, ഇന്നലെ രാത്രി 7:30-ക്കാണ് ഈ കോഴിക്കോട് കായക്കൊടി എള്ളിക്കാമ്പാറയിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. ഈ പ്രദേശത്തെ ഏകദേശം ഈ പുന്നത്തോട്ടം, കരിമ്പാലക്കണ്ടി, പാലോളി തുടങ്ങി 1.5 കിലോമീറ്ററോളമുള്ള പ്രദേശത്താണ് ഭൂചലനം അനുഭവപ്പെട്ടത്. മാത്രമല്ല, ഇന്നലെ 7:30 ആ സമയത്തായിരുന്നു ഭൂചലനം ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുൻപത്തെ ദിവസവും ഇതേ സമയത്ത് ആ പ്രദേശത്ത് ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ജനങ്ങൾക്കൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് 10 മണിയോടുകൂടി റവന്യൂ വകുപ്പ് അധികൃതരും ഈ പ്രദേശത്തേക്ക് എത്തും. ഒരു വിദഗ്ധ സംഘവും ഈ പ്രദേശത്തേക്ക് എത്തി ഈ പ്രദേശത്ത് പരിശോധന, കൃത്യമായി എന്താണ് സംഭവിക്കുന്നത്, എന്താണ് നടന്നിരിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രദേശവാസികൾ പറയുന്നതനുസരിച്ചാണ്. ഇതൊരു ഭൂചലനമാണ് ഉണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത് കൃത്യമായി സ്ഥിരീകരിക്കാൻ, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് സ്ഥിരീകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് വിദഗ്ധ സംഘം ഇന്ന് 10 മണിയോടുകൂടി ആ പ്രദേശത്തേക്ക് എത്തുന്നത്. ആ പ്രദേശത്ത് തൊട്ട് അല്പം മാറി കുന്നും മലകളും ഒക്കെയുള്ള ഒരു ഗ്രാമപ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇനി എന്തെങ്കിലും തരത്തിലുള്ള അപകടാവസ്ഥ ഉണ്ടോ, തുടർ ചലനങ്ങൾ ഉണ്ടാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായൊരു വ്യക്തതയും പരിശോധനയും നടത്താൻ വേണ്ടിയാണ് വിദഗ്ധ സംഘം എത്തുന്നത്. അതിനോടൊപ്പം തന്നെ റവന്യൂ വകുപ്പ് അധികൃതരും ഈ പ്രദേശത്തേക്ക് ഈ 10 മണിയോടുകൂടി എത്തുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. രോഹിണി, ശരി, അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.